ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ പോലീസുകാർക്ക് നേരെ അരങ്ങേറിയത് സമാനതകളില്ലാത്ത ക്രൂരതയെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ദില്ലി പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ. CJP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ ക്രൂരമായി ആക്രമിക്കപ്പെടുകയും പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ കള്ളപ്രചാരണങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്ത ഉദ്യോഗസ്ഥരുടെ ദുരനുഭവങ്ങളാണ് കുടുംബാംഗങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും ആക്രമണം അയച്ചുവിട്ട സാമൂഹ്യ വിരുദ്ധരെയും കൃത്യമായി തിരിച്ചറിയണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. മുൻ മറീൻ കമാൻഡോയും നിലവിൽ ദില്ലി പോലീസിൽ സബ് ഇൻസ്പെക്ടറുമായ ഉദ്യോഗസ്ഥന്റെ മകൾ വെളിപ്പെടുത്തിയത് കേട്ടവർ ഞെട്ടലോടെയാണ് ആ വാക്കുകൾ കേട്ടത്. ജൂലൈ 25 ഉച്ചയ്ക്ക് 2 മണിയോടെ ജന്തർ മന്ദിറിലെ വേദിക്ക് സമീപത്ത് വെച്ച് ആക്രമികൾ ഇയാളെ കൂട്ടത്തോടെ വലിച്ചിഴച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ റാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ 4 മണിക്കൂറോളമാണ് ബോധമില്ലാതെ കിടന്നത്. രാത്രി 10 മണിയോടെ സഹപ്രവർത്തകർ രക്തം പുരണ്ട യൂണിഫോമുമായി ഇയാളെ വീട്ടിലെത്തിച്ചപ്പോൾ കുടുംബം തകർന്നുപോയി. എന്നാൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ സോഷ്യൽ മീഡിയയിലൂടെ ക്രിമിനലായി ചിത്രീകരിക്കാനാണ് പാറ്റ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ ശ്രമിച്ചതെന്നും മകൾ ആരോപിക്കുന്നുണ്ട്. മറ്റൊരു അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന്റെ ഭാര്യയും ജൂലൈ 20 നടന്ന സംഘർഷത്തിൽ ഭർത്താവിനേറ്റ പരിക്കുകളെ കുറിച്ച് വൈകാരികമായാണ് സംസാരിച്ചത്. അന്നേ ദിവസം അർദ്ധരാത്രിയോടെ ശരീരമാസകലം പരിക്കുകളുമായി ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ താനും 2 വയസ്സുള്ള മകളും കടുത്ത ഭീതിയിലാണെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. കടമ നിർവഹിക്കുന്നതിനിടെ ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്ന ഉദ്യോഗസ്ഥരെ പിന്തുണയ്ക്കണമെന്നും ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നും കുടുംബാംഗങ്ങൾ സർക്കാരിനോടും പോലീസിനോടും ആവശ്യപ്പെടുകയാണ്. ജൂലൈ 20 ഈ പാറ്റ പ്രവർത്തകർ പാർലമെന്റിലേക്ക് ആക്രമണം നടത്തി ഡൽഹിയിൽ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ പലതവണ പോലീസ് ലാത്തി മാത്രം വീശിക്കൊണ്ടാണ് നിന്നത്. അതിനുശേഷം ഒരു തരത്തിലുമുള്ള ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടികളൊന്നും തന്നെ ഡൽഹി പോലീസ് നടത്തിയില്ല. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരെ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം അതിക്രൂരമായി നിഷ്ഠൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലാത്തി ചാർജും കണ്ണീർ വാതകവും ഗ്രനേഡും ഷെല്ലുമെല്ലാം ഉപയോഗിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ടാണ് അവസാനം RAF പലറ്റ് ഗണ്ണ് വരെ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾ തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിന് സുരക്ഷ ഒരുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. ഒരു വലിയ രീതിയിൽ പ്രതിഷേധക്കാർ ഡൽഹിയിലടക്കം ഡൽഹിയെ വളഞ്ഞുകൊണ്ട് കലാപകാരികൾ, ആക്രമണകാരികളെല്ലാം പോലീസിനെ ആക്രമിക്കാൻ വരുമ്പോൾ പോലീസ് ഇന്ന് ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞ് നെഞ്ചുമിരിച്ച് നിൽക്കണോ, അതോ പോലീസിന്റെ ദേഹത്ത് വന്നു കഴിഞ്ഞാൽ അതവർ തിരിച്ചും ആക്രമിക്കും? അതാണ് ഇവിടെ നടന്നത്. അതായത് പല പ്രാവശ്യം വാണിംഗ് നൽകിയതാണ് പ്രതിഷേധക്കാർക്ക്, പിരിഞ്ഞു പോകണം, ഇവിടെ ആക്രമണം ഉണ്ടാക്കരുത്, കലാപം ഉണ്ടാക്കരുത്, വേണമെങ്കിൽ സമാധാനപരമായിരുന്നു പ്രതിഷേധിച്ചോളൂ എന്നുള്ള ഒരു നിർദ്ദേശം ഡൽഹി പോലീസ് നൽകിയതാണ്. പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് ഡൽഹിയെ മുഴുവനും കത്തിക്കാൻ അല്ലെങ്കിൽ ഒരു അടിച്ചു തകർക്കാനായിട്ടുള്ള ഒരു നീക്കമാണ് ഈ പാറ്റ പ്രവർത്തകരും കൂടെ അന്ന് ജൂലൈ 20 രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറിയത്. അപ്പോൾ പോലീസിനെ അടക്കം നിഷ്ഠൂരമായി വലിച്ചഴിച്ചുകൊണ്ട് തലമണ്ട അടിച്ചു പൊട്ടിക്കുന്ന രീതി പാറ്റ പ്രവർത്തകർ ചെയ്തു. കൂടാതെ പ്രതിഷേധക്കാർ ചെയ്തു. ഒരു ഗർഭിണിയായ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ വരെ അവർ വയറ്റിലിട്ട് ചവിട്ടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതൊന്നും തന്നെ ഒരു മാധ്യമം, ഒരു മലയാളം മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിവാസം കാണിക്കുന്ന പാറ്റ പ്രവർത്തകരെ ഉമ്മ വെച്ച് സ്നേഹിക്കണോ? അപ്പോൾ തിരിച്ചും പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിൽ അവർക്ക് തലമണ്ട അടിച്ചു പൊട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊവക്കേഷനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും, ശക്തമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കാരണം ലോ ആൻഡ് ഓർഡർ തകർന്നു കഴിഞ്ഞാൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥനും തിരിച്ചടിക്കും. പിന്നെ അവന്റെ മുന്നിൽ വിദ്യാർത്ഥികളെന്നോ അല്ലെങ്കിൽ ഏത് കൊമ്പന്റെ മകനെന്നോ മകളെന്നോ നോക്കത്തില്ല. ഡൽഹിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവർ പ്രധാനമായും നോക്കുന്നത് ആ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ ആണ്. ആ ലോ ആൻഡ് ഓർഡർ തകർന്ന് തരിപ്പണമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലേക്ക് പോലീസ് പോകുന്നത്. അങ്ങനെ അതും നിൽക്കാതെ വരുമ്പോഴാണ് അവസാനം വെടിവെക്കുന്ന ഒരു തരത്തിലേക്ക്, വെടിവെപ്പ് എന്നൊരു തരത്തിലേക്ക് പോലീസ് പോകുന്നത്. അത്രയൊന്നും ഡൽഹിയിലെ പോലീസുകാർ പോയില്ല. അവർ മാന്യമായ രീതിയിൽ സംയമനം പാലിച്ചു. അപ്പോഴും ഈ ഗുണ്ടകൾ, ഈ പാറ്റ ക്രിമിനലുകൾ പോലീസുകാരെ ആക്രമിക്കാനും അവരെ കൊല്ലാനുമാണ് തുനിഞ്ഞിറങ്ങിയത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് മടിയുണ്ടാക്കി. പക്ഷേ എത്ര പോലീസുകാർക്ക് പരിക്കേറ്റു, എത്ര പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നൊന്നും നോക്കാൻ നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സമയമില്ല, അതിന് താല്പര്യമില്ല. രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യവിരോധികൾ, അതായത് അമേരിക്കയിൽ നിന്നടക്കം വന്ന ഫണ്ടുകൾ, അത് കൃത്യമായിട്ട് അതിനൊരു നന്ദി കാണിക്കണമല്ലോ. കാരണം രാജ്യത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നവർ കൊടുക്കുന്ന ഫണ്ടുകൾ അത് വാങ്ങിച്ച് കഴിച്ചിട്ടാണല്ലോ രാഹുൽ ഗാന്ധി ഇന്ത്യയെ കടന്ന്, ഈ പാർലമെന്റിൽ അടക്കം കടന്ന് ഈ കോപ്രാത്തരം കാണിക്കുന്നത്. അപ്പോൾ
കഴിച്ച അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചതിന്റെ നന്ദി എന്തായാലും രാഹുൽ ഗാന്ധി കാണിക്കണം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ പാറ്റ പ്രവർത്തകർക്ക് സ്തുതി പാടിക്കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും രാഹുൽ ഗാന്ധിയെ ആ സംസ്ഥാനത്ത് നിന്നും അടിച്ചു പുറത്താക്കുന്നതും ആ സംസ്ഥാനത്തിന്റെ ഒരു പാർട്ടി, അതായത് കോൺഗ്രസിന്റെ ഒരു പാർട്ടിയുടെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കൊടി പോലും, അതായത് കോൺഗ്രസിന്റെ പാർട്ടി കൊടി പോലും ആ ഒരു സംസ്ഥാനത്ത് ഉണ്ടാവാൻ പാടില്ല, അവശേഷിക്കാൻ പാടില്ല എന്ന കർശനമായ ഒരു നിബന്ധനയുടെ ഇതിലേക്ക് ജനങ്ങൾ അവിടെ എത്തുന്നത്.